moments, only memories. மச்சானா ஃப்ரெண்ட் லவ் பண்ண தப்பு இல்லையாடா? மச்சான் நீ லவ் பண்ண என்ன நினைச்சிட்டு இருக்க? மூஞ்சியா, ஷேப்பா, சைஸா? ஃப்ரெண்ட்ஷிப் தான் லவ். அந்த ஃப்ரெண்ட்ஷிப் ஒய்ஃப்ட்ட கிடைக்கல இருந்தா பைத்தியம் பிடிச்சி சுத்திட்டு இருக்கானுங்க. நீ என்னடானா வந்த ஏஞ்சல லெஃப்ட் ஹேண்ட்ல தட்டிட்டு போயிட்டு இருக்கு. கழுதிக்கு தெரியுமா கற்பூர வாசனை? അച്ചു ഏട്ടാ ഒരു കാര്യം പറടാ. ഞാൻ നല്ല അവളുടെ വീട്ടിൽ പോയി. എന്നിട്ടോ? ഒന്നുമില്ല ഏട്ടാ, ഞാൻ എപ്പോഴത്തെയും പോലെ ഓരോന്നിനും സംസാരിച്ചില്ല. ഓക്കേ. ഞാൻ അവളോട് സംസാരിച്ചപ്പോ പതിവില്ലാത്തൊരു ബ്ലഷിങ് ഞാൻ അവളെ മുഖത്ത് കണ്ടു. ഞാൻ വിചാരിച്ചു ഇനി ഏട്ടൻ വല്ല ക്ലൂ കൊടുത്തിട്ടുണ്ടാവും. ഏട്ടൻ അവൾക്ക് ക്ലൂ കൊടുത്താണല്ലോ ഏട്ടൻ അവളോടുള്ള സ്നേഹം പറയുന്നത്. ഞാൻ അങ്ങനൊന്നും പറഞ്ഞില്ലല്ലോ. ആ ഓക്കെ, പക്ഷേ നമ്മുടെ ഊഹമൊക്കെ തെറ്റിയേട്ടാ. ഏട്ടൻ ടെൻഷൻ ആവണ്ട, ഞാൻ മൊത്തം പറയട്ടെ. ഇതെന്താ സംഭവം എന്നറിയാൻ വേണ്ടി ഞാൻ പാർവതിയുടെ അടുത്ത് പോയി. അപ്പൊ അവൾ എന്നെ കൂട്ടി വെളിയിൽ പോയി ഒരു കാര്യം പറഞ്ഞു. എന്ത് പറഞ്ഞു? ഇതൊന്ന് നോക്കി. ആരത്? ഇയാളാണ് പല്ലിനെ പ്രപ്പോസ് ചെയ്തത്. എന്നിട്ടെന്താ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. ഏട്ടാ ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചേ, പക്ഷേ ഏട്ടാ ടെൻഷൻ ആവില്ലേ? ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് ഇത് നിനക്ക് പറ്റിയ ആളല്ല, നിനക്ക് ഇതിനേക്കാളും നല്ല ഓപ്ഷൻ വരുമെന്ന്. അവളെവിടെ പോവാനാണ്? ഒരു ചെറിയ കൺഫ്യൂഷൻ സ്റ്റേജ്, അത്രേ ഉള്ളൂ. ഹലോ கண்ணுக்குள்ள கத்தாத நெஞ்சுக்குள்ள நச்சாத சொல்லே போதும், சொல்லே போதும். என் அன்ப மொத்தம் பிச்சாலே கோவம் வச்சு தெச்சாலே இன்னும் வேணும், ஓ இன்னும் வேணும். விட்டு போன வாசலிலே வாழ்க்கை தீர காத்திருக்கேன். காத்தில் உள்ள காதலெல்லாம் கூட்டி காத்து தாரனா. എന്നെന്താ പെട്ടെന്ന് കാണുന്നു പറഞ്ഞു? അതെന്താ എനിക്കെന്താ നിന്നെ കാണാൻ വരാൻ പാടില്ലേ? അതല്ല, നീ പെട്ടെന്ന് കാണുന്നു പറഞ്ഞപ്പോ എന്തായിരുന്നു കാര്യം? എന്നെ ഒരാൾ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടോ? എന്നിട്ടെന്താ ആലോചിച്ചിട്ട് പറയാ പറഞ്ഞു. ആലോചിച്ചിട്ടോ? എന്താ ആലോചിക്കുന്നത്? ഒരു ഇമോഷണലി അറ്റാച്ച് ചെയ്യുന്ന ഒരാളെ എങ്ങനെ നോക്കാൻ കഴിയുന്നത്? അതിന് ഞാൻ അയാളെ പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ നിന്നോട്. അച്ഛൻ നിന്നോട് എല്ലാം പറഞ്ഞൂലേ? ഭാവിയിൽ ക്യാരക്ടറിന് പറ്റിയ ആളല്ല. എനിക്ക് ഇതിനെക്കാട്ടി നല്ല ഓപ്ഷൻ വേറെ കിട്ടും. ഓ, ആ വലിയൊരു ഓപ്ഷൻ ആണല്ലേ എന്റെ ഫ്രണ്ടിലിരിക്കണത്. നീ ഉരുട് കളിക്കൊന്നും വേണ്ട. അച്ഛല്ല എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു 4 വർഷത്തിന്റെ ഒരാളുടെ കാത്തിരിപ്പ്. പറഞ്ഞോലെ ഒരുപാട്. ഞാനെന്താ പൊട്ടിയാണെന്നോ വിചാരിച്ചിരിക്കാൻ നിങ്ങൾ എല്ലാരും കൂടി എന്നെ കളിപ്പിക്കാന്? ഒരിക്കലല്ല. 10th ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നീ അക്സെപ്റ്റ് ചെയ്യായിരുന്നു. അല്ല, ഇപ്പൊ വന്ന് പറഞ്ഞ അക്സെപ്റ്റ് ചെയ്യുന്നാണോ വിചാരം? ഉദയ, നീ നിന്റെ ലൈഫ് വെച്ചിട്ടാ കളിക്കുന്നത്. സാറിന് ചിലപ്പോൾ നിനക്ക് എന്നോട് ഇഷ്ടം ഉണ്ടായിരിക്കാം, പക്ഷെ നീ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ശരിയാണ്, ഫീലിങ്സ് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഉദയ്, ചില പേഴ്സണൽ കാര്യം കൊണ്ട് അത് പോയി. അത്രേ ഉള്ളൂ. ഈ പോയ 4 വർഷത്തിനിടയിൽ നിനക്ക് എന്നോട് ഫീലിങ്സ് ആയിട്ട് നീ എന്നോട് ഒന്നും പറഞ്ഞിട്ട് പോലും ഇല്ല.
പക്ഷെ ഇപ്പോൾ നീ എന്നോട് ഫീലിങ്സ് ഒക്കെ തോന്നിയിട്ടെന്ന് പറയുമ്പോൾ എനിക്കെന്തോ പിന്നെയും കാത്തിരിക്കാൻ എനിക്ക് തന്നെ എന്താ പറയണമെന്ന് എനിക്കറിയില്ല. ഇനി 4 മാസം കഴിഞ്ഞാൽ നിന്റെ എക്സാം അല്ലേ, അത് കഴിയട്ടെ, ബാക്കി നമുക്ക് അപ്പം നോക്കാം. ആ ദിവസത്തിന് ശേഷം അവൻ്റെ സ്നേഹം മാറിയില്ല. അത് അതേപടി തുടരുകയായിരുന്നു പ്രതീക്ഷയോടെ. കാരണം അവൻ വിശ്വസിച്ചു, അൺകണ്ടീഷണൽ ലവ് എന്നത് ഒരാളെ സ്വന്തമാക്കുന്നതല്ല, അവരുടെ സന്തോഷത്തിനായി ഹൃദയം തുറന്ന് കാത്തിരിക്കാൻ തയ്യാറാകുന്നതാണ്.